Hey guys, it's me IMADZ and welcome back to another great new video. So, ഇന്നത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് സെൽഫ് ഡെവലപ്മെന്റ് കാര്യങ്ങളൊന്നുമല്ല. സോ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് ടുയുടെ അതുപോലെ തന്നെ SSLC റിസൾട്ടൊക്കെ വരാൻ പോവുകയാണ്. സോ ആ സമയത്ത് പല ആളുകളും ടെൻഷൻ അടിച്ചിരിക്കുന്നതായിരിക്കും. എൻ്റെ റിസൾട്ട് എന്താവും, എനിക്ക് ഫുൾ എ പ്ലസ് എടുക്കാൻ കഴിയും. സോ ആ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് പല ആളുകളും ടെൻഷൻ അടിച്ചിട്ട് എക്സൈറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാവും, എനിക്ക് എൻ്റെ റിസൾട്ട് എന്താവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു സമയത്ത് എനിക്ക് തോന്നി പല രീതിയിലുള്ള ടെൻഷൻ ഉണ്ടാവും. സോ ഞാൻ ആ സമയത്ത് വിചാരിച്ചൊരു കാര്യമാണ്, സോ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് ചെറിയൊരു റിലീഫ് എനിക്ക് കൊടുക്കാൻ പറ്റാതെ നല്ല കാര്യമില്ലേ. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സോ ജസ്റ്റ് ഇതിൽ സെൽഫ് ഡെവലപ്മെൻറ്റിനുള്ള കാര്യം ഒന്നുമല്ല സംസാരിക്കുന്നത്. സോ പ്ലസ് ടു SSLC റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കാണ് ഈ വീഡിയോ. സോ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലോട്ട് എടുക്കാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ SSLC പ്ലസ് ടു റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് അയച്ചെടുക്കുക. സോ ജസ്റ്റ് അവർക്ക് ചെറിയൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ദെൻ ലെറ്റ്സ് ഗോ. സോ ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പല ആളുകളും മെസ്സേജ് അയച്ചിരുന്നു. SSLC റിസൾട്ട് കഴിഞ്ഞാലും പ്ലസ് ടു റിസൾട്ട് കഴിഞ്ഞാലൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. എനിക്ക് ടെൻഷൻ അടിക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര പേടിയുണ്ട്, എൻ്റെ റിസൾട്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല, നാട്ടുകാരുടെ പ്രസിഡന്റ്, വീട്ടുകാരുടെ പ്രസിഡന്റ്, ഇതൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. സോ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ചില ആളുകൾ പറയും, ആ മോനെ എന്താ റിസൾട്ട് ഫുൾ എ പ്ലസ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും ചോദിക്കാറുണ്ട്. സോ ആ സമയത്തൊക്കെ ചില ആളുകൾക്ക് ഇങ്ങനെ ദേഷ്യം വിഷമം കാര്യങ്ങൾ ഇങ്ങനെ കയറി വരും. സോ ആ സമയത്ത് നിങ്ങൾ അതൊക്കെ ലീവ് ചെയ്യാം, അതിൻ്റെ യാതൊരു ആവശ്യം, അത് നമ്മൾ കേൾക്കേണ്ട യാതൊരു ആവശ്യമില്ല. സോ പല ആളുകളും അവരുടെ ഡ്രീംസ്, അവരുടെ എക്സ്പെക്ടേഷൻസ് ഇതൊക്കെ നമ്മളിങ്ങനെ പറയും. പക്ഷെ നമ്മളത് സീരിയസ് ആയി എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ എക്സ്പെക്ടേഷൻസും നമ്മുടെ ഡ്രീംസും അനുസരിച്ചാണ്. സോ നമുക്കൊരു ഡ്രീമും നമുക്കൊരു ഗോളും ഉണ്ടായിരിക്കണം. സോ ആ ഒരു ഇതിനനുസരിച്ചായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്, അല്ലാതെ വേറൊരു എക്സ്പെക്ടേഷൻസും ഡ്രീംസും അനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ട ഒരു കാര്യമാണ്. സോ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള കാര്യം. സോ ആ ഒരു നാട്ടുകാരുടെ വീട്ടുകാരുടെ പ്രഷറൊക്കെ നിങ്ങൾ വിടുക, അതൊക്കെ വിട്ടിട്ട് നിങ്ങളുടെ ടൈം നിങ്ങളുടെ ഹോബീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാം. സോ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് വേറെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത് അത് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഇപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ടെൻഷൻ അടിച്ചിട്ടോ പേടിച്ചിട്ടോ യാതൊരു കാര്യമില്ല. കാരണം ഈ ഒരു സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്, നമ്മുടെ കയ്യിൽ യാതൊരു സംഭവങ്ങളും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് ഔട്ട് ഓഫ് അവർ കൺട്രോൾ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സമയം ഉണ്ടായിരുന്നു. സോ ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ എക്സാം വരുന്ന സമയമായിരുന്നു. സോ ഇനി നമുക്കൊന്നും ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു കാര്യം ഇല്ല, നമ്മൾ ടെൻഷൻ അടിക്കാൻ യാതൊരു ആവശ്യമില്ല. സോ ഓക്കെ, റെഡിയായി വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ആ ഒരു കാര്യം അവിടെ വിട്ടിട്ട് വേറെയുള്ള കാര്യങ്ങളോട്ട് നമ്മുടെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുക. ആൻഡ് എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് വിശ്വസിക്കുക, നിങ്ങൾ വിശ്വസിക്കുക. ജസ്റ്റ് എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കുക. എൻ്റെ റിസൾട്ട് എനിക്കത് കിട്ടുമെന്നത് പ്രതീക്ഷയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പല സമയത്തും പല രീതിയിലുള്ള തോട്ട്സ് വരും, എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടുമെന്ന് ഡൗട്ട് അടിച്ച് ഇങ്ങനെ തുടങ്ങും. സോ അതൊക്കെ ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തുള്ള കാര്യമാണ്. ആ റിസൾട്ട് ഇങ്ങനെ ഉണ്ടാവുമോ എന്ന് എനിക്ക് ചെറിയൊരു പേടിയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ബട്ട് അപ്പോഴൊക്കെ ഞാൻ ചെയ്തൊരു കാര്യം, അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലോട്ട് വേറെ തോട്ട് കൊണ്ടുവരും. എനിക്ക് ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടാകും എന്നുള്ള തോട്ട് ഞാൻ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലോട്ട് കൊണ്ടുവരാറുണ്ട്. സോ അതാണ് ഞാൻ ചെയ്യുന്നൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ ആ സമയത്താണ് നിങ്ങളത് കൊണ്ടുവരാം. സോ അത് നിങ്ങൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കുക, നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാം. സോ ഓരോരുത്തർക്കും ഓരോ ലെവൽ ഓഫ് റിസൾട്ട് ഉണ്ടായിരിക്കും. സോ അതിനനുസരിച്ചുള്ള എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യാം. സോ ജസ്റ്റ് അതിനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് അവിടെ നിങ്ങൾ ബിലീവ് ചെയ്യുക, എന്നിട്ട് കോൺഫിഡൻ്റ് ആയിരിക്കുക. സോ അതാണ് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. സോ ശരിയാണ്, നമുക്ക് പറ്റുമില്ല എന്നുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതിനെ ഓവർകം ചെയ്തിട്ട് നമ്മളെ തന്നെ വിശ്വസിക്കുക, നമ്മൾ തന്നെ കോൺഫിഡൻ്റ് ആവുക. സോ ഇതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അത്രയാണ് ഇന്ന് വീഡിയോ എന്ന് പറയുന്നത്. സോ ജസ്റ്റ് വലിയൊരു വീഡിയോ, അത് വലിയ ടോപ്പിക്കും കാര്യങ്ങളൊന്നുമല്ല. സോ SSLC ആൻഡ് പ്ലസ് ടു റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ആൻഡ് അവരുടെ റിസൾട്ടിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.